പ്രസംഗത്തിനിടെ മോദി എന്ന പരാമർശം നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൈക്കൊണ്ട അപകീർത്തി കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് വിധിച്ച ഗുജറാത്തിലെ കോടതികളുടെ വിധിന്യായത്തെ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിക്കെതിരായി ഉയർന്ന പ്രധാന പ്രതിസന്ധി മറികടക്കപ്പെടുകയും കൂടുതൽ ശക്തമായ ഒരു ഇമേജ് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ കൈവരികയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ രാഹുലിന്റെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിച്ചു കിട്ടും. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നില്ലെങ്കിലും കേസിൽ രാഹുലിന് പരമാവധി ശിക്ഷ നൽകാൻ വിചാരണ കോടതി പ്രത്യേക കാരണങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ലെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. മോദി എന്ന സർനെയിമിനെ മോശമായി ചിത്രീകരിച്ചു എന്ന് കാട്ടിയുള്ള അപകീർത്തി കേസിലെ സൂറത്ത് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയെ തുടർന്ന് രാഹുലിന് ലോക്സഭാംഗത്വം നഷ്ടമായിരുന്നു. കുറ്റക്കാരനെന്ന് വിധി സ്റ്റേ ചെയ്യണമെന്ന രാഹുലിന്റെ ആവശ്യം ഗുജറാത്ത് ഹൈക്കോടതി തള്ളുകയും ചെയ്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഗുജറാത്തിലെ BJP MLA പൂർണേഷ് മോദിയായിരുന്നു രാഹുലിനെതിരെ ആക്ഷേപമുന്നയിച്ച പരാതിക്കാരൻ. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ കേസിൽ മാപ്പ് പറയില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. കേസിന്റെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ. എന്തുകൊണ്ട് പരമാവധി ശിക്ഷ നൽകിയെന്ന് വിചാരണ കോടതി വിശദീകരിക്കണമെന്നും പരമാവധി ശിക്ഷ നൽകുന്നതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും രാഹുലിന്റെ പൊതുജീവിതത്തെയും അദ്ദേഹം ലോക്സഭാംഗമായ വയനാട് മണ്ഡലത്തെയും ഇത് ബാധിക്കുമെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഭാരത് ജോഡോ യാത്രയിൽ ഇന്ത്യ മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച് ശക്തമായ സ്വാധീനം രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയതിന്റെ തൊട്ടു പിന്നാലെ വന്ന ഈ കേസിന്റെ തുടക്കം മുതൽ പകപോക്കുകയും രാഷ്ട്രീയ ഭാവി തകർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് എതിരാളികൾ കൈക്കൊള്ളുന്നത് എന്നതായിരുന്നു പലരും ഉന്നയിച്ച ആരോപണം. പ്രസംഗത്തിനിടയിൽ സംഭവിച്ച എന്തെങ്കിലും നാക്കുപിഴയായിരുന്നു രാഹുലിന് സംഭവിച്ചതെങ്കിൽ അതിന് മാത്രമുള്ള ശിക്ഷയായിരുന്നു രാഹുലിന് കൊടുക്കേണ്ടിയിരുന്നത്. അതിന് തുനിയാതെ ആസൂത്രിതമായി നടത്തിയ വേട്ടയാടൽ പരിധി വിട്ടതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ശരിക്കും നീതി നടപ്പാക്കൽ തന്നെയായിരുന്നു. രാഹുലിന്റെ പാർലമെന്റ് അംഗത്വം മാത്രമല്ല, ഒരുപക്ഷെ 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച് രാഹുൽ അധികാരത്തിൽ വരാനുള്ള വിദൂര സാധ്യതയെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഈ കേസിൽ രാഹുലിന് പരമാവധി ശിക്ഷ കൊടുത്ത് അദ്ദേഹത്തിന്റെ MP സ്ഥാനം തെറിപ്പിക്കുവാനുള്ള ചില നീക്കങ്ങളും ഈ കേസിന്റെ പിന്നാമ്പുറത്ത് രാഹുലിനെ കേസിൽപ്പെടുത്തിയവരുടെ അജണ്ടയായിരുന്നു എന്ന് സംശയിക്കണം. അത്തരം നീക്കങ്ങളെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പൊളിച്ചടക്കിയിരിക്കുന്നത്. രാജ്യത്തെ കോടതികളെല്ലാം നിയമവാഴ്ച ഉറപ്പാക്കാനും സാധാരണക്കാരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും ഉതകുന്നതാകണമെങ്കിലും അധികാരത്തെ ഭയപ്പെട്ടും സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങിയും തന്നെയാണ് കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ഈ കേസിലെ യാഥാർത്ഥ്യങ്ങളെ ശരിയായ രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോയതെന്ന ചിന്ത രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ വൃത്തങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് അർഹമായ നീതി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന കോൺഗ്രസ് പാർട്ടിയുടെയും രാഹുലിന്റെയും വിശ്വാസം പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സുപ്രീം കോടതിയുടെ വിധിയോടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ ഉന്നതമായ ഒരു പൊളിറ്റിക്കൽ പ്രമോഷനാണ്. രാഷ്ട്രീയ എതിരാളികളുടെ പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റഡ് ആയ നിരവധി വേട്ടയാടലുകൾ അനുഭവിച്ചിട്ടും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെയും നിയമവാഴ്ചയുടെയും ഉറപ്പിൽ തിരികെ വന്ന നേതാവെന്ന ശക്തമായ സ്വീകാര്യതയാണ് പ്രതിപക്ഷ നിരയിലും ജനങ്ങളുടെ ഇടയിലും രാഹുലിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത്ര വലിയ മെച്ചപ്പെട്ട നേതൃപാഠവും ഒന്നും ഇല്ലെന്ന് കാട്ടി സാധാരണക്കാരനായ രാഹുലിനെ കേവലം ചോക്ലേറ്റ് ബോയ് എന്നും അമൂൽ ബേബി എന്നും പപ്പുമോനും എന്നൊക്കെ വിളിച്ചായിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷത്തെ CPM അടക്കമുള്ള പലരും പരിഹസിച്ചത്. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് ഈ കേസിലൂടെയും സമാനമായ മറ്റ് ചില സംഭവങ്ങളിലൂടെയും കരുത്തനായ ഒരു നേതാവെന്ന നിലയിലേക്ക് രാഹുൽ വളരുകയായിരുന്നു. അല്ല, രാഹുലിനെ BJP വളർത്തുകയായിരുന്നു എന്നതാണ് സത്യം.